പുതിയൊരു സ്റ്റഡി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഞാൻ ഇന്നലെ വായിച്ചു വെച്ച നോട്ട്സ് രാവിലെ ഒന്നുകൂടി റിവൈസ് ചെയ്തു. ഒരു തവണ പഠിച്ചു വെച്ച ടോപ്പിക്ക് വീണ്ടും റിവൈസ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് മാർക്ക് കൂടാത്തതിൻ്റെയും കട്ട് ഓഫ് കടക്കാത്തതിൻ്റെയും പ്രധാന കാരണം ഈ റിവിഷൻ ഇല്ലായ്മയെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഞാൻ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. രാവിലത്തെ കുക്കിംഗ് ഞാനും ഹസ്ബൻഡും ഒന്നിച്ചാണ് ചെയ്യുക. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും മോർണിംഗ് തന്നെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ പണി അങ്ങ് തീർന്നല്ലോ, പിന്നെ ഫുൾ ഡേ ഇരുന്ന് പഠിക്കാമല്ലോ. ചായ കുടിച്ചതിന് ശേഷം ഞാൻ ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തു. പിന്നെ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റിവിഷനെ പറ്റിയിട്ടായിരുന്നു. പൊതുവെ എല്ലാവർക്കും പുതിയ ദിവസം പുതിയ ടോപ്പിക്ക് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനാവും ഇഷ്ടം. പക്ഷെ അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഒരുപാട് ടോപ്പിക്ക് കവറായി പോകുന്നല്ലാതെ ഈ പഠിച്ച കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയുണ്ടാവില്ല. ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യം കിടക്കുന്നതിന് മുന്നേ ഒന്ന് സ്പീഡായിട്ട് വായിച്ച് നോക്കാം. നമ്മൾ പഠിച്ചത്ര സമയം റിവിഷൻ ചെയ്യാൻ എടുക്കില്ല, വേഗം തീരും. ദെൻ അടുത്ത ദിവസം രാവിലെ എണീറ്റ പാടെ ഈ സെയിം ടോപ്പിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുക. പുതിയ ടോപ്പിക്ക് പഠിക്കാനുള്ളൊരു ടെൻഡൻസിയൊക്കെ വരും, പക്ഷെ അങ്ങനെ ചെയ്യരുത്. റിവിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം പുതിയ ടോപ്പിക്ക് എടുത്ത് പഠിക്കുക. രാവിലെ ഞാൻ റിവൈസ് ചെയ്ത ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ ടെക്സ്റ്റ് ബുക്കാണ് തുടങ്ങിയത്. ഈ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല, ഞാൻ എന്ത് വായിക്കുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചാൽ ഇത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ്. അപ്പോൾ അത് ഞാൻ ആദ്യം ഒന്ന് റിവൈസ് ചെയ്തു. അതിനുശേഷമാണ് പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തത്. 9ാം ക്ലാസ്സിലെ ബയോളജിയാണ് ഞാൻ നോക്കിയത്. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ PSC സ്കൂൾ മന്ത്ര എന്ന് പറയുന്ന ഒരു ഗൈഡാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് PSC സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ തുടങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ശരിക്കുള്ള ടെക്സ്റ്റ് ബുക്ക് വായിച്ച് തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഈ ഒറിജിനൽ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഹിസ്റ്ററിയൊക്കെ ഇങ്ങനെ ഒരു നല്ലൊരു കഥ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. വായിച്ചിരിക്കാൻ നല്ല രസമാണ്, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഫസ്റ്റ് ടൈം വായിക്കുന്നവർക്ക്. ഈ ടെക്സ്റ്റ് ബുക്ക് ഗൈഡ് പഠിക്കുന്ന സമയത്ത് അതിലിങ്ങനെ പോയിൻ്റ് ആയിട്ടല്ലേ കൊടുക്കുക. അപ്പോൾ അത് ആദ്യമായിട്ട് വായിക്കുന്നവർക്കൊരു മനസ്സിലാവാത്ത പോലെ ഉണ്ടാകും. അപ്പോൾ അതിൽ നല്ലത് നമ്മൾ ആദ്യം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട്, ഒറിജിനൽ ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് പിന്നെ ഗൈഡ് നോക്കുകയാണെങ്കിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. പിന്നെന്താണ്, കൺഫർമേഷനൊക്കെ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും അല്ലേ? കൊടുക്കാൻ ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ കൊടുക്കുക. എൻ്റെ ഒരു ഫ്രണ്ട് സെക്രട്ടറി അസിസ്റ്റൻറ്റിനെ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയി. ഡേറ്റ് കഴിഞ്ഞു പോയി. അപ്ലൈ ചെയ്യാനുള്ള ടൈം കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ കൺഫർമേഷനും എക്സാമിന് അപ്ലൈ ചെയ്യലൊക്കെ വേഗം തന്നെ ചെയ്യാം. പിന്നെ അവിടെ നിന്ന് കരുതിയിട്ട് വെക്കാതിരിക്കാം. ബയോളജി കഴിഞ്ഞിട്ട് ഞാൻ 9th സ്റ്റാൻഡേർഡിൽ തന്നെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ സോഷ്യൽ സയൻസിലെ ഒരു ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് മുന്നേ ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇന്ന് നോക്കിയത്. ടെക്സ്റ്റ് ബുക്ക് പഠിക്കാനായിട്ട് ഞാൻ ചാപ്റ്റർ വൈസ് പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്തത്. ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ചാപ്റ്റർ അത്യാവശ്യം കുറച്ച് വലിയ ചാപ്റ്ററായിരുന്നു, തീരുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഞാൻ അതേ ചാപ്റ്റർ തന്നെ നോക്കി, എന്നിട്ടും തീർന്നുണ്ടായിരുന്നില്ല ഗൈസ്. ഈ സെയിം സബ്ജക്റ്റ് തന്നെ കുറേ സമയം ഇരുന്ന് പഠിക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര മടുപ്പാണ്. പക്ഷേ ചില ആൾക്കാർ സെയിം സബ്ജക്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിക്കുന്നത്, സെയിം എനർജിയോടെ ഇരുന്ന് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ പറ്റേയില്ല. അതുകൊണ്ട് ഞാൻ ആ സബ്ജക്റ്റ് അങ്ങ് മാറ്റി. എന്നിട്ട് കറണ്ട് അഫെയർസ് എഴുതി. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് സമയം മാത്രമേ പഠിച്ചുള്ളൂ. ഞങ്ങൾ ഇന്ന് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി അടുത്തൊരു സ്റ്റഡി ബ്ലോഗിൽ കാണാം. ബൈ ഗൈസ്.